ബെഡ്റൂമിൽ നമ്മൾ ഇന്ന് ചെയ്തിട്ടുള്ള ഒരു അലമാരൻ്റെ വർക്കാണ് കാണിക്കുന്നത് കേട്ടോ. ഈ ഒരു വർക്ക് കാണുമ്പോൾ തന്നെ നിങ്ങളെ മനസ്സിലുണ്ടാകുന്ന ചോദ്യം, ഇതേപോലുള്ള ഒരു അലമാര നിങ്ങളെ വീട്ടിൽ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര രൂപ ചിലവ് വരും എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അതാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ. ഈ ഒരു ബെഡ്റൂമിനകത്ത് മുമ്പേ ഒരു അലമാര ഉണ്ടായിരുന്നു, അലൂമിനിയത്തിൽ ചെയ്ത് തന്നെ. അത് പൊളിച്ചു മാറ്റിയിട്ടാണ് നമ്മൾ പുതിയത് അവിടെ ചെയ്യുന്നത് കേട്ടോ. ഏകദേശം 10 വർഷം മുമ്പ് ചെയ്തതായിരുന്നു. അപ്പോൾ കളറും ഡിസൈനൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് പുതിയത് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ആൾറെഡി ഫെറോസിമെന്റിൽ തട്ടുകളൊക്കെ ആൾറെഡി ഉണ്ടായിരുന്നു. നമ്മളതിൻ്റെ ഫ്രണ്ടേജ് മാത്രമാണ് ചെയ്തത്. ഇവിടെ നമ്മൾ അലൂമിനിയം പ്രൊഫൈലും PVC ലാമിനേറ്റഡ് ഷീറ്റാണ് വർക്കിന് വേണ്ടി എടുത്തിട്ടുള്ളത്. ഒരു ലൈറ്റ് വുഡൻ പ്ലസ് ഗ്രേ കോമ്പിനേഷനിലാണ് ഈ ഒരു വർക്ക് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ ടേബിളൊന്നും കൊടുത്തിട്ടില്ല. അതേപോലെ തന്നെ മിററും ഈ ഒരു ഭാഗത്ത് നമ്മൾ ചെയ്തിട്ടില്ല. അതേപോലെ തന്നെ അലമാറിൻ്റെ ഡോറ് തുറന്നാൽ ഉള്ളിൽ നമ്മളൊരു ഡ്രോവർ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ടൈപ്പിലാണ് കേട്ടോ അലമാറിൻ്റെ ഉൾഭാഗം വരുന്നത്. ഫെറോസിമെന്റിലാണ് നമ്മൾ ആ തട്ടുകളൊക്കെ ആൾറെഡി കൊടുത്തൊക്കെ പെയിന്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഭാഗത്ത് മാത്രം ഡ്രസ്സ് ഹാങ് ചെയ്യാനുള്ള സ്പേസും കൂടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വർക്കിൽ 2.5 നമ്മൾ ബോർഡർ ഫ്രെയിമായിട്ട് കൊടുത്തിട്ടുള്ളത്. അതിന് നമ്മളെ ബഡ്ജറ്റ് അനുസരിച്ച് നമുക്ക് അത് ബോർഡർ ഫ്രെയിം ചെറുതാക്കാം, വലുതാക്കാം. അതേപോലെ തന്നെ ബോർഡർ ഫ്രെയിം ഇല്ലാതെ നമുക്ക് ചെയ്യാം കേട്ടോ. അതൊക്കെ നമ്മളെ ബഡ്ജറ്റിനനുസരിച്ചാണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഡിഫറൻസ് നമ്മളത് ഒഴിവാക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ വരും. പിന്നെ ഒരു സ്വിച്ച് ബോർഡിൻ്റെ മുകളിലായിട്ട് നമ്മൾ ചെറിയൊരു ഷെൽഫും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ മിറർ വെക്കാത്തതിന് കാരണം സ്വിച്ച് ബോർഡ് സെൻറ്ററിൽ വരുന്നതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്ലയൻറ്റിനും തന്നെ അത് മാറ്റാനുള്ളൊരു താല്പര്യമില്ല. ജസ്റ്റ് അവിടെ തന്നെ മതി എന്നുള്ള കാര്യം കൊണ്ടാണ് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് മാറ്റി വെക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വർക്കിന് ഏകദേശം 30,000 രൂപയാണ് നമുക്ക് മെറ്റീരിയൽസ് മാത്രം ചിലവ് വന്നിട്ടുള്ളത്. അപ്പോൾ ഓക്കെ, അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.